ഹലോ ഗൈസ്, വെൽക്കം ടു ദ ഹണീസ് ട്രാവലർ. ഇന്ന് നമ്മൾ പോകുന്ന ഒരു അയ്യപ്പൻ തമ്പാച്ചിൻ്റെ അമ്പലത്തിലാണ്. ഇന്ന് നമ്മൾ ചണ്ഡീഗഡിലാണ് പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ഒരു അങ്കിളും കൂടി നമ്മുടെ കൂടെ വന്നിട്ട് എന്തായാലും നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ വൃശ്ചിക സംക്രമ ദിവസം ചണ്ഡീഗഡ് അയ്യപ്പ ടെമ്പിളിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കാശ്മീർ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം കാശ്മീർ സീരീസ് കണ്ടിന്യൂ ആവുന്നതായിരിക്കും. അംബാലയിൽ നിന്ന് 50 കിലോമീറ്ററാണ് ചണ്ഡീഗഡ് അയ്യപ്പ മന്ദിറിലേക്കുള്ളത്. അപ്പോൾ ചണ്ഡീഗഡ് സെക്ടർ 47C ഈ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്രീ അയ്യപ്പ സേവാ സമാജം എന്നുള്ള പേരിൽ ഒരു ട്രസ്റ്റാണ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഭരണമൊക്കെ നിർവഹിക്കുന്നത്. 1991 ഈ അമ്പലം നിർമ്മിച്ചത്. ഞങ്ങൾ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അംബാലയിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചണ്ഡീഗഡിലെത്തിയിട്ടുണ്ട്. ചണ്ഡീഗഡ് ദ സിറ്റി ബ്യൂട്ടിഫുൾ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വിഷനോടെ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്ത ഒരു സിറ്റിയാണ് ചണ്ഡീഗഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിത് അയ്യപ്പ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ചണ്ഡീഗഡിലത്തെ രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകിട്ട് 5:30 മുതൽ 8:30 വരെയുമാണ് ക്ഷേത്രത്തിലെ പൂജാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 9:15 ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നവംബർ 16 മുതൽ 23 വരെ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പുറത്തൊരു വലിയ ആൽമരവും, അപ്പോൾ ആൽമരത്തിൻ്റെ പരിസരത്തായിട്ട് ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തിൽ കയറട്ടെ. ഇവിടെ ചുറ്റമ്പലത്തിനകത്ത് അയ്യപ്പൻ്റെ ഒരു പ്രധാന ശ്രീകോവിലും പിന്നെ മറ്റ് 3 ഉപദേവതകളുമാണുള്ളത്. അതായത് ഒന്ന് മഹാഗണപതി, പിന്നെ ദുർഗാദേവി, പിന്നെ നാഗദൈവങ്ങൾ. അങ്ങനെ 3 ഉപദേവതകളാണുള്ളത്. പിന്നെ ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പം നേരത്തെ പുറത്ത് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഭാഗവത സപ്താഹയജ്ഞത്തിന് വേണ്ടിയുള്ള സ്റ്റേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. അവിടെ തൂണിലൊക്കെ ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ മഹാവിഷ്ണുവിനെയൊക്കെ പിക്ചറൈസ് ചെയ്ത് ഒരു സപ്താഹയജ്ഞത്തിന് വേണ്ടിയുള്ള സ്റ്റേജൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ചു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ 10:30 നട അടക്കുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് 9:15 ആയി. അപ്പോൾ ഉച്ചപൂജയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഉച്ചപൂജയൊക്കെ ദർശിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നട അടയ്ക്കാനുള്ള സമയമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദം ശർക്കര പായസവും പാൽപ്പായസവും കിട്ടി. അപ്പോൾ ഹനിക്ക് അമ്പലത്തിലെ പായസം വലിയ ഇഷ്ടമാണ്. അതും ശർക്കര പായസം ഇഷ്ടം. അപ്പോൾ ഇത്തിരി ശർക്കര പായസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഹനിക്ക് കൊടുത്തു. പിന്നെ ബാക്കി ഞങ്ങൾക്ക് പാൽപ്പായസവും കിട്ടി. എന്തായാലും ഹനിക്ക് സന്തോഷമായി. ഞങ്ങൾക്കും പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് ഒരു ശിവപ്രതിഷ്ഠയുണ്ട്, ശിവലിംഗമുണ്ട്, നാഗപണധാരിയായ ഒരു ശിവപ്രതിമയുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ തൃശൂലമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയും കൂടി തൊഴുതേ. എനിക്ക് ശർക്കര പായസം കിട്ടിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട പായസം കിട്ടിയില്ലേ. ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിൽ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. തമിഴ് വാസ്തുവിദ്യാ ശൈലിയിലുള്ള ഒരു മുരുകക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ചണ്ഡീഗഡ് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്ററാണ് മുരുക ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ശ്രീ കാർത്തികേയ ടെമ്പിൾ ചണ്ഡീഗഡ് സെക്ടർ 31 പൂർണ്ണമായും തമിഴ് വാസ്തുവിദ്യാ രീതിയിലുള്ള ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വെറും ഒരു വേല് മാത്രമായിട്ടാണ് പ്രാർത്ഥന തുടങ്ങിയത്. പിന്നീട് ഈ രൂപത്തിലേക്ക് ഉയർത്തി. അതാ അമ്മ പറഞ്ഞ മയിലിൻ്റെ പുറത്ത് പോകുന്ന ഭഗവാനില്ലേ, ഗണപതിജീൻ്റെ ബ്രദർ ഇല്ലേ, മുരുകൻ അല്ലേ, അവിടെ നിന്ന് വാങ്ങിക്കാം. ആ
തേങ്ങ മേടിക്കാതെ അതെയോ, ഒന്ന് തേങ്ങ വാങ്ങിക്കും. ये फूल कैसे, कितना चाहिए मैम? नहीं ये कैसे दे रहे आप? ये एक माला माला हाँ 400 मतलब 40 रुपीज 40 रुपीज़. जी हाँ एक दे दो. और नारियल പിന്നെ ബനാന കൊടുക്കണ്ടേ? बना. ഗണേഷ് ജിക്ക് ബനാന गणेश जी को ഇത് നാരിയൽ കൊടുക്കാം. ഗണേഷ് ജിക്ക് ബനാന ഇഷ്ടമാണ് കൊടുക്കണം. बनानी കൊടുക്കണോ? ഈ പപ്പനക്കാരുടെ ടോക്കറി ഇनको देंगे. भगवान देख रहे हैं लाइव. भगवान लाइव. ഹനി വാങ്ങിച്ചോ. അഗർബത്തി അഗർബത്തിക്ക് എന്താണ് സാധനം? ചന്ദനത്തിരി അത് ഓർമ്മ. बस ये बनाना भी दे दो. ഇവിടെ വള്ളി ദേവയാനി സമേതനായി വാണരുളുന്ന മുരുകദേവനാണ് പ്രതിഷ്ഠ. മുരുകദേവനെ കൂടാതെ തന്നെ കുറേ ഉപദേവതകളും ഉണ്ട്. ഗണപതി, മാരിയമ്മൻ, ചണ്ഡികേശ്വർ, ബ്രഹ്മ, ദുർഗ, ദക്ഷിണാമൂർത്തി ഇത്രയും ഉപദേവതകൾ ഈ അമ്പലത്തിലുണ്ട്. അപ്പോൾ ആദ്യം ഒരു വേലിൽ വെച്ചിട്ടാണ് പ്രാർത്ഥന തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം ഇങ്ങനെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള അമ്പലം രൂപീകരിക്കുകയും ഇത്രയും ഉപദേവതകളുടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ റീസെൻ്റായിട്ട് കുംഭാഭിഷേകത്തിന് ശേഷം ഹനുമാൻ്റെ പ്രതിഷ്ഠയും നവഗ്രഹ പ്രതിഷ്ഠയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് ആദ്യം തന്നെ മാരിയമ്മനെയും ദക്ഷിണാമൂർത്തിനെയും തൊഴുത് പിന്നീട് ഗണപതിയുടെ അടുത്ത് ഗണപതി കൊടുക്കാൻ വേണ്ടി ഹനി തേങ്ങയും പഴവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് കൊടുത്ത് പൂജാരി അർച്ചന ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്രദക്ഷിണം വെക്കുകയാണേ. ഉത്സവത്തിന് കൊണ്ടുവന്ന രഥമാണ് കണ്ടോ. ആ പിന്നെ ഇതൊക്കെ ഉപദേവന്മാരെ കണ്ടോ. ഇവിടെ നമുക്ക് പ്രദക്ഷിണ വഴിയിൽ വള്ളി, ദേവയാനി എന്നീ രണ്ട് ഭാര്യന്മാരുടെ കൂടെ ഇരിക്കുന്ന ഒരു മുരുക പ്രതിമയുണ്ട്. മയിലിൻ്റെ പുറത്തിരിക്കുന്ന മുരുകൻ്റെ പ്രതിമയുണ്ട്. പിന്നെ ഉപദേവതാ ക്ഷേത്രങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രധാന ശ്രീകോവിലിന് മുമ്പിലേക്ക് പോകുന്നത്. ഇതാണ് പ്രധാന ശ്രീകോവിൽ. ഇവിടെയാണ് ഭഗവാൻ ശ്രീകോവിലിൽ രണ്ട് ഭാര്യാസമേതനായിട്ട് ഇരിക്കുന്നത്. ഇപ്പം തീർത്തും ഒരു തമിഴ് ശൈലിയിലാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് പുറത്തായിട്ട് രണ്ട് ഹവൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹോമകുണ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ ഹനിയുടെ പേരിൽ ഒരു അർച്ചന ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് 100 രൂപയുടെ ഒരു റെസിപ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുവന്ന പൂവും പഴമൊക്കെ അവിടെ ഭഗവാന് മുമ്പിൽ അർച്ചന ചെയ്യും. അതിൻ്റെ തൊട്ടടുത്താണ് ഹനുമാൻ പ്രതിഷ്ഠ. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ് അമ്പലത്തിൻ്റെ ദർശന സമയം. സംബച്ചിന് പ്രസാദം കിട്ടിയില്ലേ? ബനാന എനിക്കിഷ്ടമില്ല. ഒരു ബനാന കിട്ടി. 2 ബനാന കിട്ടി. ഞങ്ങൾ തൊഴുതിറങ്ങാനൊക്കെ നിന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പൂജാരി ഹനീനെ വിളിച്ചുകൊണ്ട് പോയി ശ്രീകോവിലിൽ ഭഗവാനെ ചാർത്തിയ മാലയൊക്കെ ഹനിക്ക് ചാർത്തി കൊടുത്തു. ഒരു ലഡുവും കൊടുത്തു പ്രസാദമായിട്ട്. അപ്പോൾ അവർ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ട്. ചെരുപ്പ് അവിടെ ഇതവർക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. ഇത് ബനാന അത് അവർ കവറിലിട്ട് തരും. അവിടെ പോയാൽ മതി കേട്ടാ. ആ വാങ്ങിക്കോ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ മുരുകക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അപ്പോഴത്തേക്കും സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 8 മണി ആയപ്പോഴത്തേക്കും അമ്പാലയിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ഒരു മലയാളി കടയിലേക്ക് പോവുകയാണേ. ഞങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വെച്ചിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിവിടെ ചണ്ഡീഗഡിൽ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ അവനിവിടെ ഒരു കട ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളത് ശ്രീ വിനായക എന്നുള്ള മല്ലൂസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കേഴ്സ് അവിടെ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഇഡലി ഒന്ന് കണ്ടോട്ടെ, ഞങ്ങളുടെ തട്ടുവശം ഒന്ന് കണ്ടോട്ടെ. ഇനി 2 മസാല ദോശയും കൂടി അല്ലേ ഹനി? കൊള്ളാമോ ഹനി? എങ്ങനെയുണ്ട് ഇഡലി? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? വടയോ? നല്ല ക്രിസ്പി വടയാണ്. സാമ്പാർ, ഒനിയൻ ചട്നി, തേങ്ങാ ചട്നി അല്ലേ? മസാല ദോശ വന്നു. ഒരെണ്ണം മതിയായിരുന്നു കേട്ടോ, 2 കൂടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നേ. പക്ഷെ അവിടെ ചായയും കോഫിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഒരു ഫിൽറ്റർ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫിൽറ്റർ കോഫി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണേ. നിർബന്ധം ചെന്നൈ എക്സ്പ്രസ് ഇങ്ങനെ അതെ, ഇങ്ങനെയാണ് ഫിൽറ്റർ കോഫി കുടിക്കുക. ഓരോന്നിനും ഓരോ രീതി ഉണ്ട് പറയുന്നു. വരുന്നില്ലേ? ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങളൊരു നല്ല ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇനിയിപ്പം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ക്യാൻറ്റീനിലൊന്ന് കയറാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ചണ്ഡീഗഡിൽ വന്നത് ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ടയർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാറിൻ്റെ ടയർ ഒന്ന് മാറ്റണമായിരുന്നേ, അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ചണ്ഡീഗഡിൽ വന്നത്. അപ്പോൾ ചണ്ഡീഗഡിൽ വരുന്നത് കൊണ്ട് തന്നെ പിന്നെ വൃശ്ചികമായതുകൊണ്ടും അമ്പലത്തിൽ കൂടി ഒന്ന് ദർശനം ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിനി ടയർ മാർക്കറ്റിലേക്ക് പോവുകയാണ് ക്യാൻറ്റീനിൽ പോയ ശേഷം. അപ്പോൾ ടയർ മാർക്കറ്റിലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.